റേഡിയോ മലയാളം 98.6 ഇങ്ങനെ ടേക്ക് ഓഫിന്റെ സമയമാണ്. കൂടെയുള്ളത് ജിബിനാണ്. നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള രാജേഷ് മാധവനാണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സിനിമകളിൽ നല്ല രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പെണ്ണും പൊറാട്ടും എന്ന് പറയുന്ന സിനിമ എനിക്കത് ഇന്നലെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഗംഭീര സിനിമ. അതായത് വർക്കിന്റെ രീതിയിലാണെങ്കിൽ അതിൽ ഇന്റേണൽ ആയിട്ട് നിങ്ങൾ പറയാതെ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ കൂടി ചേർന്നൊരു ബ്യൂട്ടിഫുൾ സിനിമ. അതിലൊരു സ്നേഹം അറിയിക്കുകയാണ് സിനിമ സമ്മാനിച്ചുള്ള സ്നേഹം. അപ്പോ നമ്മള് മൂവിയെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ ഒരു രാജേഷ് മാധവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു ഇതില് സിനിമാ രംഗത്ത് വലിയ പരിചയമുള്ള ആളുകളല്ല. ഇങ്ങനെ ഒരു ആളുകളെ കൊണ്ട് ഇതുപോലെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടൊരു ചിത്രം എടുക്കുക എന്നുള്ള ഒരു ധൈര്യം അത് എവിടുന്നാണ്? എന്റെ നാട് പോലെയൊക്കെയുള്ള ഒരു നാട് തന്നെയാണത്. അപ്പോ എന്റെ നാട്ടുകാരെയൊക്കെ പോലെയുള്ള നാട്ടുകാരൊക്കെയാണ് അവര്. അപ്പൊ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. പിന്നെ എനിക്ക് പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഈ ആൾക്കാരിലേക്ക് വന്നത്. എനിക്ക് കൊല്ലങ്കോട് ചെറിയ എന്തൊക്കെയോ സാമ്യം തോന്നും കാസർഗോഡ് ആയിട്ട്, എന്റെ ജന്മനാടുമായിട്ട്. അപ്പോ അങ്ങനെ കൊല്ലങ്കോട് എടുക്കുകയും ആ നാട്ടുകാരെ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാതെ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. സിനിമ പറയുന്ന ഒരു വിഷയം, അത് പറയാതെ പറയുന്ന മറ്റൊരു വിഷയം. അപ്പൊ ഇതിന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് അല്ലേ ഇതിന്റെ ഇങ്ങനെ ഒരു തിരക്കഥ വരികയും അത് നിങ്ങളതൊരു സിനിമയിലേക്ക് എത്തിയ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു ഐഡിയ വന്നത് മുതൽ പറയുകയാണെങ്കിൽ ഇത് രണ്ട് കഥകളുടെ ഒരു ജേണിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് പാരലലി ഒന്നിച്ച് പോവുക എന്നുള്ളതും ഒരു ദിവസം എങ്ങനെ ഇത്രയും നടക്കും എന്നൊക്കെ ഉള്ളതെല്ലാം ആലോചിച്ച് തുടങ്ങിയതാ. പിന്നെ അതിങ്ങനെ വളർന്ന് വലുതായി ഇങ്ങനെ ആയിത്തീർന്നതാ. എന്തായാലും ആ നാടിന്റെ കയോസ് കാണിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെ കൊണ്ട് എങ്ങനെയാണ് ഇത് വർക്കാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പട്ടടയായിട്ട് അത് രൂപപ്പെട്ടതാ. തീർച്ചയായിട്ടും അഭിനയിക്കുക, സംവിധാനം ചെയ്യുക. ഓൾറെഡി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അഭിനയിച്ച് പലപ്പോഴും അഭിനയ രംഗത്ത് വളരെയധികം നല്ല രീതിയിൽ റോളുകൾ കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് സംവിധാനം എന്ന് പറയുന്നത് ഒന്ന് പുറകോട്ട് വലിക്കാറുണ്ട് ചിലരെങ്കിലും. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ അഭിനയ രംഗത്ത് ഇത്രയും തിളങ്ങി നിൽക്കുന്ന സമയത്ത് സംവിധാനം ചെയ്യാന്ന് പറയുന്ന ആ ഒരു മോഹം അത് പൂർത്തീകരിച്ചതിന്റെ ഒരു സന്തോഷമൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി അങ്ങനെ അഭിനേതാവായി നിന്നതും കൂടി കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഫുള്ള് ചെയ്യാൻ പറ്റിയത്. ഞാൻ കുറെ കാലമായിട്ട് പിന്നണിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സംവിധാനം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോ അതിലേക്കുള്ള യാത്രയായിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ആക്ടർ ആയിപ്പോയതാ ആ സമയത്ത്. പിന്നെ അത് നന്നായിട്ട് വേഷങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടി. അതില് ഭയങ്കര സന്തോഷമുണ്ട് ആക്ടിങ് കരിയറിൽ. പക്ഷെ ഇതായിരുന്നു എന്റെ ആഗ്രഹം ശരിക്കും, സിനിമ ചെയ്യാൻ. ശരി. ദിലീഷ് പോത്തൻ സ്കൂളിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കമന്റുകളാണ് മിക്കവാറും നമ്മൾ കാണാറുള്ളത്. അപ്പോ ദിലീഷ് പോത്തൻ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ സിനിമയില് പോത്തന്റെ കൂടെ മഹേഷിന്റെ പ്രേതത്തിൽ അഭിനയിച്ചു. പിന്നെ തൊണ്ടിമുതലില് വർക്ക് ചെയ്തു സംവിധായകനായിട്ട്. അങ്ങനെയാണ് തുടങ്ങിയത് പിന്നണി പ്രവർത്തനങ്ങളൊക്കെ. അപ്പോ അതൊരു യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾക്കൊക്കെ. ആ സ്ഥലത്തുനിന്ന് ആണ് ഞാൻ ആക്ടേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉള്ളത് ഞാൻ പോത്തന്നെ കണ്ടിട്ടാണ് പഠിച്ചത്. എപ്പോഴും പോത്തന്നൻ സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എല്ലാ കാലത്തും അതെ, ഇനിയും ഉള്ള ഗംഭീര വർക്കുകളും പ്രതീക്ഷിച്ചിരിക്കുക പുള്ളിയുടെ. ഓക്കെ. ഇനി നമ്മൾ ഇതിൽ കാണുന്ന ഒരു സംഭവിച്ചാൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു രീതി അത് അതിഗംഭീരമാണ്. അതായത് ഒരു നാട്ടില് നമ്മൾ ഭയങ്കര രസകരമായിട്ട് ഇത് ഇങ്ങനെയുള്ള അതിലുള്ള പല ഐഡിയാസ് ഉണ്ട്. സിനിമ കണ്ടവർക്ക് അത് കുറച്ചുകൂടി വ്യക്തമാവുന്ന വിചാരിക്കുന്നു. ആ സംഭവങ്ങളൊക്കെ നാട്ടിൽ അവിടെ പോയി കണ്ടതാണോ അതോ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണോ? അതൊക്കെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമ്മുടെ കാറ്റടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഫാനൊക്കെ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക് ഫാനൊക്കെ ഉണ്ടല്ലോ. അതെ, പല ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ട ഐഡിയകൾ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത ഐഡിയകൾ ഒക്കെ ഉണ്ട് അതില്. നമ്മള് സിനിമയുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ എവിടെയോ കണ്ട ഒരു ഐഡിയ ആണ് മറ്റേ ഫാനില് CCTV വെക്കുക എന്നുള്ളത്. അങ്ങനെ കുറെ സാധനങ്ങൾ അതിന്റെ കൂടെ വന്നതാ. കുറെ കാര്യങ്ങളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കുറച്ചെണ്ണം
പ്യുവർ ഭാവന ആണ്. ഒക്കെ ഐഡിയ. അടിപൊളി അടിപൊളി. അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമ നമ്മള് ഇതങ്ങനെ സസ്പെൻസ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ സിനിമയുടെ രസം കളയുന്നില്ല. എന്നാലും ഇതില് ചില സീനുകളിലൊക്കെ ഇപ്പോ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊറോണ വന്നതുപോലെ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പ്രളയം വന്നപ്പോൾ നമ്മൾ ഒന്നിച്ചതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ പർപ്പസ്ഫുള്ളി അതിൽ ക്രിയേറ്റ് ചെയ്തതാണോ, അതുമായിട്ട് അത് യാദൃശ്ചികമായി വരുന്നതാണോ? പിന്നെ അങ്ങനെയല്ലേ ഇത് സംഭവിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ആ സിനിമ കണ്ടു കഴിഞ്ഞാല് ഇങ്ങനെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിലും ഒക്കെ. തലേദിവസം ചിലപ്പോ കുടുംബക്കാരുടെ ഒക്കെ ഇടയിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോ തലേദിവസം എന്തെങ്കിലും വലിയൊരു അലമ്പുണ്ടാവുമായിരിക്കും. അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര ഓക്കെ ആയിട്ട് വളരെ സ്നേഹത്തോടെ വർത്താനം പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ കാണാം. അതിന്റെ ആ ഡ്രാമ പിന്നെ ഒറ്റ ദിവസം കാണിക്കുമ്പോ കുറച്ച് നമ്മള് ഓവർ ദ ടോപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഒറ്റ ദിവസം കാണിക്കുമ്പോ ഇത് മൊത്തം കാണിക്കാൻ അങ്ങനെയൊക്കെയുള്ള സീനുകൾ ആവശ്യമാണല്ലോ. അതാണ്. അല്ല, ഇത് ശരിക്കും നമുക്ക് വിഷ്വലി നമ്മൾ കാണുന്നതാണല്ലോ. നമുക്ക് പണ്ട് പ്രളയം വന്നപ്പോഴോ അല്ലെങ്കിൽ കൊറോണ വന്നപ്പോഴോ എത്രയൊക്കെ സ്പ്രെഡ് ആയിരുന്ന ആളുകളാണെങ്കിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം അവിടെ എങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അതെ 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 അതെ. ഓക്കെ. അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ഇതിൽ പറയുന്ന ഒരു വളരെ ഫേമസ് ആയ ട്രെയിലറിലും കൂടി ഉള്ള ഡയലോഗാണ്. എനിക്ക് ഇത് പറയാൻ എന്താ വെച്ചാൽ സിനിമ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിലൊരു സ്പോയിലർ വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ. ഇല്ല, നമ്മള് ഏകദേശം എല്ലാ ഡയലോഗുകളും ട്രെയിലറിലും ടീസറിലും ഒക്കെ ആയിട്ട് ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ ലോകം വിശാലമാണ്, നമുക്ക് ഓടാൻ പറ്റുന്നിടത്തോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓടിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിട്ടും വളരെ കണക്റ്റഡ് ആണ്. നമുക്ക് ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും കൂടുതൽ ആളുകൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരു സിംബോളിക് ആയിട്ട് ഇവിടെ പരിഗണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല വേറൊരു തലത്തില്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് പട്ടട എന്നുള്ള സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്ന ആൾക്കാരായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് പിന്നെ അതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു തോന്നുന്നു. ഞാനത് അതെ ആൾക്കാരുടെ ചോയ്സിന് വിട്ടു. അത് ശരിക്കും ഹോപ്പ് ആണ് നമ്മള് തേടി പോകേണ്ടതെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു ഗ്ലോബൽ മനുഷ്യനായതുകൊണ്ട് നമുക്ക് എവിടുന്ന് ഇങ്ങോട്ടെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യം ഇപ്പൊ ഉണ്ട്. നിൽക്കാൻ പറ്റാത്തടത്ത് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. മൂവ് ചെയ്യുക എന്നുള്ളതാണ്, സാധ്യതകൾ തേടി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം രാജേഷ് മാധവൻ, സംസാരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഇനിയും ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ മൂവീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ബ്രാൻഡ്, നമ്മൾ ദിലീഷ് പോത്തൻ ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇതേപോലെ രാജേഷ് മാധവൻ ബ്രാൻഡ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ബ്രാൻഡഡ് മൂവീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു ബ്രോ. Radio Malayalam 98.6 FM.